ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ അവർ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞത് കൊണ്ടുള്ള ഒരു പരിവർത്തനമാണോ അതോ തൽക്കാലത്തേക്കുള്ള ഒരു പത്തിമടക്കലാണോ? അല്ല, CPM-നെ സംബന്ധിച്ച് പ്രഖ്യാപിത ശത്രുക്കൾ ഹിന്ദുക്കളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ ഒരു നിരപരാധികളായ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട മൃഗങ്ങളായിട്ടാണ് CPM കണക്കാക്കുന്നത്. അവരുടെ ദേവതകളെ പുച്ഛമാണ്, ശിവനെയും രാമനെയും കൃഷ്ണനെയും എല്ലാം പുച്ഛമാണ്. ഹിന്ദുധർമ്മത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിട്ടാണ് CPM ഇപ്പോൾ ഇവിടെ ഉള്ളത്. CPM നന്നായെന്നോ അയ്യപ്പ ഭക്തരായെന്നോ എന്നൊരു അഭിപ്രായം എനിക്ക് ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു മൂഢത്വം ഞാൻ ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിലോ പറയുകയുമില്ല. ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അതായത് ഇവരെങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വിധേയരായി വന്നു, കൊച്ചു മാളികപ്പുറങ്ങൾക്ക് വിരിവെക്കാൻ പോലും സമ്മതിക്കാതെ, ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം അവിടെ മുഴുവൻ അടിച്ച് കിടക്കാൻ സമ്മതിക്കാതെ, അയ്യപ്പ ഭക്തന്മാർ ഉറങ്ങാൻ സമ്മതിക്കാതെ ലാത്തിക്കടിച്ചും ചവിട്ടിയും കല്ലെറിഞ്ഞും കൊന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവരും അനുകൂലികളാണെന്ന് ധരിക്കാൻ മാത്രം മൂഢനല്ല ഞാൻ. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് ആ പാർട്ടി എത്തിപ്പെട്ടുവെങ്കിൽ അത് അവരുടെ ആശയപരമായ പരാജയം സമ്മതിക്കലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ CPM അവരുടെ പരാജയം സമ്മതിക്കണം. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കുന്നു. ഈ ബക്രീദ് എന്ന് പറയുന്നത് അവരുടെ തികച്ചും മതപരമായ ആഘോഷമായിട്ട് പോലും സർക്കാർ അത് ആഘോഷിക്കുന്നു. അവരുടെ മതപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം ആഹാരം കഴിക്കുന്നു. എന്നാൽ ഓണം എന്ന് പറയുന്നത് മതേതരമാക്കി മാറ്റുകയും വാമനനുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്ത CPM-ന്റെ കുടിലതയ്ക്ക് അവർ തന്നെ സ്വയം മുഖത്തടിച്ചിന് തുല്യമാണ് അയ്യപ്പന്റെ പേരിൽ ഒരു സംഗമം നടത്തുന്നത് എന്നാണ് എന്റെ പോയിന്റ്.